ലോക് ഭവനിൽ നിന്നൊരു കത്ത് SHOമാര് വഴി ഈ കേരളത്തിലെ സ്കൂളുകളിലേക്ക് കൊടുത്തുവിട്ടാൽ അങ്ങനെ ആ കത്ത് മേടിച്ച് സ്കൂളിലെ ക്ലാസ് മുറിയിൽ തന്നെ ഇരിക്കുന്നവരാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെന്ന് ഗോവക്കാരനായ അർലേക്കർ വിചാരിച്ചെങ്കിൽ, അർലേക്കറെ, നിന്റെ പടിയുടെ മുറ്റത്ത് കത്ത് കൊടുത്ത് മുടക്കാൻ ശ്രമിച്ച അതേ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ച് SFIയുടെ കൊടിയുമായി നിൽക്കുന്ന കാഴ്ച കണ്ണുണ്ടെങ്കിൽ ഒന്ന് കണ്ണു തുറന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ മഹാപ്രതിഷേധ റാലി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാവും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കാനേ ഉദ്ദേശിക്കുന്നില്ല. ഈ ലോക് ഭവൻ മാർച്ച് SFI പ്രഖ്യാപിച്ച് ഇന്ന് സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് അതിന്റെ സംഘാടനത്തിലേക്ക് SFI കടക്കുമ്പോഴാണ് ഇവിടുത്തെ SHOമാർ ചിലർ ഇവിടെ ചില സ്കൂളിലെ പ്രിൻസിപ്പൽമാർക്ക് ഒരു കത്ത് കൊടുത്തത് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ആ കത്ത് കൊടുത്ത SHOമാരോട് അന്വേഷിക്കുമ്പോ അവർ പറയുന്നത് അങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് ലോക് ഭവനിൽ നിന്നാണ് എന്നാണ്. ലോക് ഭവനിൽ നിന്നൊരു കത്ത് SHOമാര് വഴി ഈ കേരളത്തിലെ സ്കൂളുകളിലേക്ക് കൊടുത്തുവിട്ടാൽ അങ്ങനെ ആ കത്ത് മേടിച്ച് സ്കൂളിലെ ക്ലാസ് മുറിയിൽ തന്നെ ഇരിക്കുന്നവരാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെന്ന് ഗോവക്കാരനായ അർലേക്കർ വിചാരിച്ചെങ്കിൽ, അർലേക്കറെ, നിന്റെ പടിയുടെ മുറ്റത്ത് കത്ത് കൊടുത്ത് മുടക്കാൻ ശ്രമിച്ച അതേ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ച് SFIയുടെ കൊടിയുമായി നിൽക്കുന്ന കാഴ്ച കണ്ണുണ്ടെങ്കിൽ ഒന്ന് കണ്ണു തുറന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. ആരാണ് കേരളം ഭരിക്കുന്നത്? നാം ഇങ്ങോട്ട് വന്നപ്പോ പാളയത്തിനപ്പുറത്തായ ഒരു കെട്ടിടം കണ്ടു, സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിൽ നിന്നാണോ അതോ ലോക് ഭവനിൽ നിന്നാണോ ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് ഈ കേരളത്തെ ഭരിക്കാൻ ചുമതലപ്പെടുത്തിയവർ ഈ നാടിനോട് വിശദീകരിക്കേണ്ടതായിട്ടില്ലേ? ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ലോക് ഭവന് മുന്നിൽ എന്ത് വില? ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക് ലോക് ഭവന് മുന്നിൽ എന്ത് വില? നിങ്ങൾ ഇരിക്കുമ്പോഴാണ് നിങ്ങളെ മറികടന്ന് ഈ കേരളം ഭരിക്കാൻ ഇവിടുത്തെ ലോക് ഭവനിലെ തമ്പുരാൻ ഗവർണർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അന്തസ്സുണ്ടെങ്കിൽ, ആത്മാഭിമാനമുണ്ടെങ്കിൽ, നാഴികയ്ക്ക് 40 വട്ടം 102 MLAമാർ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ആർജവത്തോടെയാണെങ്കിൽ ഗവർണറോട് അടങ്ങിയിരിക്കാൻ പറയാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കേണ്ടതില്ലേ? ഇന്നലെയാണ് എവിടെ ഡൽഹിയിൽ നടത്തിയ ഐതിഹാസികമായ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച അവിടുത്തെ പോലീസിനെതിരായ ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുന്നത്. അവിടുത്തെ അഭിഭാഷകർ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ അതിക്രൂരമായ അക്രമത്തെ അവിടുത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ തുറന്നുകാട്ടാൻ ശ്രമിച്ചപ്പോ ചീഫ് ജസ്റ്റിസ് അഭിഭാഷകരോട് ഓപ്പൺ കോടതിയിൽ പറഞ്ഞത് വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദീസ് ഇഷ്യൂസ് എന്നാണ്. ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല പോലും, ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പാഴാക്കാൻ സമയമില്ല പോലും. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, അവർക്ക് ഈ രാജ്യത്തെ ഭരണകൂടത്തിൽ നിന്ന് മൃഗീയമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ, ലാത്തികൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ, ആണിയടിച്ച ലാത്തികളാൽ ആക്രമിക്കപ്പെടുമ്പോ, പെല്ലറ്റുകളാൽ ആക്രമിക്കപ്പെടുമ്പോ, ടിയർ ഗ്യാസുകളാൽ ആക്രമിക്കപ്പെടുമ്പോ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പറയുകയാണ് ഞങ്ങൾക്ക് അവരെ കേൾക്കാൻ സമയമില്ലെന്ന്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ രാജ്യത്ത് അവശേഷിക്കുന്ന നീതിപീഠത്തോടുള്ള ബഹുമാനം കൊണ്ട് ചോദിക്കുകയാണ്, സാർ, നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് സമയം അവശേഷിക്കുന്നത്? നിങ്ങൾ ആരുടെ കാര്യം നോക്കാനാണ് സുപ്രീം കോടതിയുടെ ജഡ്ജിമാരായി ആ കസേരയിൽ കയറിയിരിക്കുന്നത്? ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സന്തതികളാണ്. രാജ്യത്തെ വിദ്യാർത്ഥികൾ ഈ രാജ്യത്തെ പോരാട്ടത്തിന്റെ നെടുന്തൂണികളാണ്. അവരെ ആക്ഷേപിക്കാൻ, അവരുടെ പോരാട്ടങ്ങളെ കണ്ണടക്കാൻ, ആ പോരാട്ടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് കുടപിടിച്ചാൽ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയാണ്
നിങ്ങൾ ചോദ്യം ചെയ്യുന്നതെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ, ഇവിടെയും മാധ്യമ സുഹൃത്തുക്കൾ കൂടിയിട്ടുണ്ട്. നിങ്ങളെ പറ്റി ഞങ്ങൾക്ക് അങ്ങൊരു ആക്ഷേപമില്ല. പക്ഷേ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ ഗോഡി മീഡിയയായി ഇന്ന് ചമയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗോ ബാക്ക് ഗോഡി മീഡിയ എന്ന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിക്കുമ്പോ മഹാപരാധികൾ എന്ന് ആ മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥികളെ ചില മാധ്യമ തമ്പുരാക്കന്മാർ വെല്ലുവിളിക്കുകയാണ്. റിപ്പബ്ലിക് ടിവിയുടെ അർണബ് ഗോസ്വാമി ഉണ്ട്. ആ ഗോസ്വാമിയോട് കേരളത്തിലെ SFIക്കാർ അടിവരയിട്ട് പറയുന്നു, AC മുറിയിൽ സുഖകരമായിരുന്ന ഈ സമരത്തിന് നേരെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാതെ പറയുന്ന വാക്കിന്, ഉച്ചരിക്കുന്ന പദങ്ങൾക്ക്, നട്ടലിന് അന്തസ്സോടെ ഉറപ്പുണ്ടെങ്കിൽ കേരളത്തിലെ SFI നടത്തുന്ന സമരത്തിലേക്ക് താനൊന്ന് വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് കേരളത്തിലെ SFI അയാളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇവിടെ ഐതിഹാസികമായി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ നേരിട്ടെത്തിയത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ സഖാവ് പിണറായി വിജയനാണ്. സാധാരണ 1ാം ക്ലാസ്സിലെ ക്ലാസ് തുടങ്ങുമ്പോ മാതാപിതാക്കൾ രണ്ടു കൈയിലും പിടിച്ച് ചില കുട്ടികളെ ക്ലാസ് മുറിയിൽ കൊണ്ടിരുത്തുന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മളിൽ പലരും അങ്ങനെ ക്ലാസ് മുറിയിലേക്ക് 1ാം ക്ലാസ്സിൽ പോയവരാണ്. ആരോ നിർബന്ധിച്ചിട്ട്, ആരോ ചെവിക്ക് പിടിച്ചിട്ട്, ആരോ വഴക്ക് പറഞ്ഞിട്ട് സമരത്തിന് പോയിരുന്ന ഒരു കുട്ടിയെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ രാഹുൽ ഗാന്ധി സമരം ചെയ്യുന്നിടത്ത് ഞാനും നിങ്ങളും കണ്ടില്ലേ? 1ാം ക്ലാസ്സിലെ മുട്ടായി, കോലുമുട്ടായി കിട്ടാത്തതിന് പിണങ്ങിയിരിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അവിടെ സമരത്തിന് പോയിരുന്നത്. ഞാൻ പേരൊന്നും പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതേ ആള് തന്നെയല്ലേ അന്ന് ഗോൾവാൾക്കറിന്റെയും അതോടൊപ്പം തന്നെ RSSന്റെ ചിഹ്നത്തിന്റെയും മുന്നിൽ താണു കുമ്പിട്ടതെന്ന് ചോദിച്ചാൽ അതെ എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ നേതാവിനോടും ആ നേതാവ് കൈകാര്യം ചെയ്ത രാഷ്ട്രീയത്തോടും ഞങ്ങൾ പറയട്ടെ, ഇവിടെ ഈ സമരം ഇടതുപക്ഷം കൂടി നേതൃത്വം ഏറ്റെടുത്ത സമരമാണ്. ഈ സമരത്തിന്റെ നേതൃത്വം ഇടതുപക്ഷമാണ്. ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവരെ, പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നവരെ ആക്രമിക്കാൻ, അവരുടെ വീടുകൾ ആക്രമിക്കാൻ, അവരെ വ്യക്തിഗത ചെയ്യാൻ തയ്യാറാകുന്നവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് മാത്രമേ ഇടതുപക്ഷം പോയിട്ടുള്ളൂ. കേരളത്തിന്റെ തെരുവുകളെന്നും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. ആ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള തെരുവുകളിൽ നിന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, നിലപാട് പറയുന്നവരെ ആക്രമിക്കാൻ ആര് തന്നെ ഈ കേരളത്തിനകത്തിറങ്ങിയാലും ആ ഇറങ്ങുന്നവന്റെ മുട്ടുകാല് തള്ളിയൊടിക്കാൻ മുന്നിൽ ഇവിടുത്തെ SFI ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. സഖാക്കളെ, നിങ്ങൾക്ക് ഹൃദയാഭിവാദനങ്ങൾ. ഞങ്ങളുടെ ആവശ്യം വളരെ ന്യായമാണ്. പഠിക്കാനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, ഈ നാടിന്റെ ഭരണഘടന ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ, ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ ഭരണഘടനയാണ്. അവിടെ പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി നിങ്ങൾ പഠിപ്പിച്ച കാര്യം തന്നെയും ലംഘിക്കപ്പെടുമ്പോൾ, പഠിച്ചിട്ടും കാര്യമില്ലെന്ന അവസ്ഥ വരുമ്പോൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്യാതെ മറ്റെന്ത് ചെയ്യണം? ഇന്നലെ കേരളത്തിലെ ഒരു കോളേജിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു ബോർഡ് വെച്ചപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ABVPയുടെ ഗുണ്ടകൾ അതടിച്ചു പൊളിക്കുകയും SFI പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്യുന്നത് കണ്ടു. കാരണമായി പറഞ്ഞത് നരേന്ദ്രമോദിയെ
അപമാനിച്ചു എന്നാണ്. നരേന്ദ്രമോദി ഈ രാജ്യത്ത് ദൈവമൊന്നുമല്ല. ഈ രാജ്യത്തെ സാധാരണക്കാരനായ സിവിലിയൻ അവരുടെ കരമടച്ച് അവരുടെ അഭിപ്രായത്തിന്റെ കൊടുത്ത് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുടെ പേരാണ് നരേന്ദ്രമോദി.